ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ഹലോ, അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺപാക്കിംഗ് ആണ് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തിങ്സ് ഒക്കെ കൂടി 1-2 പെട്ടിയിലാക്കി വെച്ചു. അതായിരിക്കും കാണിക്കാൻ കുറച്ചുകൂടി എളുപ്പം. പിന്നെ വന്ന് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 1-2 ദിവസം ഇതൊന്നും ചെയ്യാനുള്ളൊരു മൂഡോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ആകെ ഇവിടെ വന്നപ്പോൾ ഒരുമാതിരി ഒരു സൈലൻസ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞൊന്ന് മൂഡ് മാറ്റാനാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ആദ്യമായിട്ട് കുറച്ച് തിങ്സ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടു. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് തിങ്സ് ഒക്കെ അടുത്തൊക്കെ കൊടുത്തു, പിന്നെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. അതായത് കേരള മിക്സ്ചറാണ് അവിടെ അടുത്തൊരു കടയിൽ നിന്ന് അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്ന. അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ട്, കായപ്പേരി, പിന്നെ ചക്ക വറുത്തതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റ് കേട്ടോ. കുറേ ഒന്നും കൊണ്ടുവരാൻ പറ്റാണ്ട് അവിടെ തന്നെ വെക്കേണ്ടി വന്നു. അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റാണ്. പിന്നെ ശർക്കര വരട്ടിയുണ്ട്. ഇതും മറ്റേ ചെറിയ ഇങ്ങനെ കായ ഇങ്ങനെ എന്താ പറയാ 4 വട്ടം മുറിച്ച് അങ്ങനെ ശീലേന് എന്താ പറയാ 4 വറവ് കായ 4 വറവ് ഉണ്ട്. പിന്നെ ഇത് ചെന്നൈയിൽ നിന്നാണ്, മറ്റേ കാരാബൂണ്ടി അതാണ്. ഇതൊക്കെയാണ് കേട്ടോ സ്നാക്സ് ഐറ്റംസ്. അപ്പോൾ ഇതിവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും കൂടി വേണ്ടിയുള്ളതാണ്. ഇത് കൂടാണ്ട് ഹൽവ ഉണ്ടായിരുന്നു. നമ്മുടെ കറുത്ത ഹൽവ ഉണ്ടായിരുന്നു, റെഡ് ഹൽവ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ നാട്ടിലെ മിഠായിയൊക്കെ ആയിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുക കൂടുതൽ. ഇതിപ്പോൾ ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും, എന്നാലും നാട്ടിൽ പോയപ്പോൾ കുറച്ച് മേടിച്ചിട്ട് വന്നാണ് അവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ സ്വീറ്റ്സ് ആണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തൊക്കെ ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെറ്റിപ്പട്ടം. ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരാകുമ്പോൾ നമുക്കൊരു വലിയ വികാരമാണ് ഈ ആന പൂരങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഇതെൻ്റെ ചെറിയമ്മ തന്നാണ് കേട്ടോ ഒരു നെറ്റിപ്പട്ടം. അപ്പോൾ വീട്ടിൽ തൂക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. കാണാല്ലേ. പിന്നെന്താണ്, ഇത് ഇഡ്ഡലി പൗഡറാണ്, ചട്നി പൗഡർ. പിന്നെ കുറേ പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൗഡർ ഉണ്ട്. പിന്നെന്താ, ഇത് പാലട, സൂരജ് ബ്രാൻഡിന്റെ പാലട മിക്സ് ആണ്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ. നമ്മളിപ്പോൾ ഈ ഡാൻസ് ഒക്കെ കളിക്കില്ലേ, അതിന് നമ്മൾ തലയിൽ ചൂടാനായിട്ട് എടുത്താണ് ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ. ഇതും അതെ അങ്ങനത്തെ തന്നെയാണ്. ഇത് കുറച്ചും കൂടി നല്ല ടൈപ്പ് മുല്ലപ്പൂവാണ് കേട്ടോ. അത് ഞാൻ തുറന്ന് കാണിക്കാം. ഇതെനിക്ക് ലാസ്റ്റ് ഡേ പോരുന്നതിൻ്റെ അന്ന് തലേന്ന് ദിവസമാണ് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമായിരുന്നു. ശരിക്കും നമ്മുടെ റിയൽ മുല്ലപ്പൂ പോലെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റിയൽ മുല്ലപ്പൂ ആയിട്ട് നല്ല രസത്തിൽ നമ്മുടെ ശരിക്കും ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതൊരെണ്ണം മേടിച്ചതാ. ഇവിടെ മുല്ലപ്പൂ ഒക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ നമുക്ക് ഇടാനായിട്ട്. പിന്നെ ഒരു മാല. ഇത് പാലക്ക പോലത്തെ ഒരു സെറ്റപ്പ് മാലയാണ്. എക്സാക്ട്ലി പാലക്കല്ല, പക്ഷെ പാലക്കയുടെ ഒരു പച്ചക്കല്ലൊക്കെ ആയിട്ട് നടുവിലൊരു കൃഷ്ണനൊക്കെ ആയിട്ടുള്ള ഒരു മാലയാണ്. ഇവിടെ നമുക്ക് കുട അങ്ങനെ എപ്പോഴും ആവശ്യമില്ല, പക്ഷെ ഇങ്ങനെ മഴയൊക്കെ വരുമ്പം ചില സമയത്ത് ഇങ്ങനെ എപ്പോഴേലൊക്കെ മഴ പെയ്യുമ്പം ഹാൻഡി ആയിട്ടൊരു കുട ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് കയ്യിൽ ഇവിടെ വലിയ കുടയുള്ളത്, അപ്പോൾ അതിനൊരു ചെറിയ കുട മേടിച്ചു. പിന്നെ ഇത് ഈ അരിപ്പ പോലെ മേടിച്ചതാണ് കേട്ടോ, അരിക്കന്ത് മേടിച്ചതാണ്. അതിൻ്റെ ഒരു സെറ്റായിട്ടുണ്ടായിരുന്നു, മേ ബി ഒരെണ്ണം കൂടി ഉണ്ടാവണം. പിന്നെ ഇതിൽ കുറേയൊക്കെ ഇവിടെ കിട്ടും, എന്നാലും നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസാണ്. ഇതൊക്കെ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ചപ്പാത്തി പരത്തുന്ന മാറ്റില്ലേ, അത് ഒട്ടി പിടിക്കില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇവിടെ അപ്പം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചപ്പാത്തി മാറ്റ് മേടിച്ചതാണ്. പിന്നെ കുറേ പിക്കിൾ. എനിക്ക് പിക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിക്കിൾ പ്രാന്താണ് എനിക്ക്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കുറേ പിക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഏട്ടൻ നല്ല ചീത്തയായിരുന്നു, എന്നാലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒക്കെ ചെറിയ ചെറിയ സാമ്പിൾ ബോട്ടിൽ പോലെ മേടിച്ചതാണ്. മസാല മാംഗോ, വയനാടൻ തുറമാങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. വയനാടൻ തുറമാങ്ങ അച്ചാർ. പിന്നെ ഇത് ഫിൽറ്റർ കോഫി ഇല്ലേ, ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് ഫിൽറ്റർ കോഫി ഉണ്ടാക്കണം ഒരു ഇതുപോലെ മേടിച്ചതാണ്. ഇതിലിങ്ങനെ വെച്ച്
നമുക്കിങ്ങനെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാം. ഇത് എണ്ണയൊക്കെ ഇട്ട് വയ്ക്കും. ഇതൊക്കെ ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എണ്ണയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. പിന്നെ ഇതും അതെ, ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു ഗോൾഡൻ കളറ് പാത്രം. ഇതും നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനായാലും നമുക്കങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാനായാലും നന്നായിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു 2 പ്ലേറ്റ് മേടിച്ചായിരുന്നു. കാണാല്ലേ? അതുപോലെ തന്നെ ഇതും അതെ, ഇതും നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കാണില്ലേ, അങ്ങനെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന. അപ്പം ഇങ്ങനത്തെയും 2 മേടിച്ചായിരുന്നു തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. ഇങ്ങനത്തെയും 2 മേടിച്ചായിരുന്നു. പിന്നെന്താണ്, പിന്നെ പുട്ട് പൗഡർ, പൊൻകതിറിന്റെ പുട്ടുപൊടി മേടിച്ചായിരുന്നു. പൊൻകതിറിന്റെ പുട്ടുപൊടി നല്ലതാണെന്ന് കുറേ കേട്ടായിരുന്നു, അപ്പം അത് കാരണം മേടിച്ചതാണ്. പൊൻകതിർ പുട്ടുപൊടി. ഇതും അതെ, പൊൻകതിറിന്റെ ഗോതമ്പ് പുട്ടുപൊടിയാണ്, മറ്റേത് അരി പുട്ടുപൊടിയാണ്. ഇതിവിടെ വയ്ക്കാം. ഇതെന്താണ് സംഭവം? പിന്നെ കുറേ ഹോം ഡെക്കറേറ്റീവ് ഐറ്റംസ് പോലെയൊക്കെ ചെറുത് മേടിച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ മേടിച്ചു എന്നാണ്, ഇവിടെ എടുത്തു വെക്കുമെന്ന് അറിയില്ല. ഇത് കുബേരന്റെ ഒരു ബൊമ്മ പോലെ മേടിച്ചായിരുന്നു. പിന്നെ അതുപോലെ ആദിയോഗി മേടിച്ചായിരുന്നു. ഒക്കെ ഞാൻ ചെറുതാണ് കേട്ടോ മേടിച്ചത്. നമുക്ക് സ്ഥലവും വേണമല്ലോ വെക്കാനായിട്ട്. അപ്പം ചെറുതാവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെക്കാം, കൊണ്ടുവരാൻ എളുപ്പമാണ്. അപ്പൊ ആദിയോഗി, ഒരു ആദിയോഗി മേടിച്ചായിരുന്നു. കാണാല്ലേ? ഇതും ഒരു ഹോം ഡെക്കറേറ്റീവ് സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. നമുക്ക് അവരെന്നെ പാക്ക് ചെയ്ത് തന്നാണ്, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. ഇതിലിങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് ഒരു സംഭവമാണ്. പിന്നെ കുറേ പൗഡറാണ്. സാമ്പാർ പൗഡർ ഉണ്ട്, പിന്നെ എന്താണ് കുരുമുളക് പൗഡർ, പിന്നെ ചിക്കൻ മസാല, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, പെപ്പർ പൗഡർ, പിന്നെ അൽഫാം മസാല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ഉണ്ടായിരുന്നു അൽഫാം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് അൽഫാം മസാല. പിന്നെന്താണ്, ഇതും ഒരു പാക്കറ്റ് ഞാൻ അവിടെ വെച്ച് പോകുന്നു കേട്ടോ. എനിക്ക് സ്ഥലം ഇല്ലാത്ത കാരണം. ഇത് ഉണക്കമാന്തളാണ്, ആകെ ഒരു പാക്കറ്റേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവസാനം സ്ഥലത്തിന്റെ പ്രോബ്ലം കാരണം വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇതാ ഉണക്കമാന്തളുണ്ട്. പിന്നെന്താണ്, ഇതും എണ്ണ വെക്കുന്ന ഒരു പാത്രമാണ്. പിന്നെ ഇതൊക്കെ പിക്കിളാണ് കേട്ടോ, പല ടൈപ്പ് പിക്കിളാണ്. ചെറിയ ബോട്ടിലാണ്. പിക്കിളല്ലേ? അതെ, പിക്കിളാണ്. പിന്നെന്താണ്, ഇത് മല്ലിപ്പൊടി, കൊറിയൻഡർ പൗഡർ ഉണ്ട്. പിന്നെ ഇത് ഇഡ്ലിപ്പൊടിയാണ്, ഒരു പ്രത്യേക ഇഡ്ലിപ്പൊടിയാണ്, ഗാർലിക്കിന്റെ ഒരു ഇഡ്ലിപ്പൊടിയാണ്, നന്നായിട്ടുണ്ടാവും. ഇത് ഹോം മെയ്ഡ് പോലെയാണ്. അപ്പോൾ ഇതൊരു പാക്കറ്റ് മേടിച്ചായിരുന്നു. പിന്നെന്താണ്, ഇത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് കുറച്ച് ലീക്ക് ഉണ്ട്, അത് കാരണം ഇങ്ങനെ വെച്ചതാണ് കേട്ടോ പുളിയിഞ്ചി. ഇതും പിക്കിള് തന്നെയാണ്, ഒക്കെ വേറെ വേറെ പിക്കിളാണ് കേട്ടോ. അപ്പം ഇതും പിക്കിളാണ്. ഇതിൽ കടുമാങ്ങ ഉണ്ട്, പിന്നെ വടുകപ്പുളി അച്ചാറും കടുമാങ്ങ അച്ചാറുമാണ്. ഇത് കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം എനിക്കിഷ്ടമാണ്. അപ്പം മുളക് കൊണ്ടാട്ടം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ട്, മുളക് കൊണ്ടാട്ടം ഉണ്ട്. പിന്നെന്താ, വേറെ ഒന്നും കൂടി ഉണ്ട്. താമരവളയം ഉണ്ട്. താമരവളയം, കൈപ്പയ്ക്ക കൊണ്ടാട്ടം, പിന്നെ മുളക് കൊണ്ടാട്ടമാണ് ഉള്ളത്. പിന്നെ ഇത് കോക്കനട്ട് വറുത്തതാണ്. കോക്കനട്ടും കറി ലീവ്സും എടുത്തിട്ട് എണ്ണയൊന്നും ഇല്ലാണ്ട് വറുത്തതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വറുത്തിട്ട് കൊണ്ടുവരാറുണ്ടെന്ന്. അപ്പോൾ ഒട്ടും എണ്ണയില്ലാതെ ജസ്റ്റ് കോക്കനട്ട് വെറുതെ ചട്ടിയിലിട്ടിട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറി ലീവ്സ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പം അത് നമുക്ക് ഈ കൂട്ടാനിലൊക്കെ വറുത്തരച്ച കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഈ സംഭവം, കോക്കനട്ട് ഫ്രൈ. ചക്ക, ഇത് കേടായുണ്ടോ അറിയില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വേണ്ടി പിന്നെ എടുത്തതാണ് പുറത്തേക്ക്. ചക്ക വരട്ടിയതുണ്ട്. ചക്ക വരട്ടിയത് ഇത് അമ്മ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വരട്ടിയത്, അപ്പം അത് കാരണം അത് കുറച്ചുണ്ട്. ജാക്ക് ഫ്രൂട്ട് ജാം. ഇതൊന്നും ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. ഇതെന്താണ് സംഭവം? ഇതൊരു വാൽക്കണ്ണാടിയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അത് പോയിന്ന് വിചാരിച്ചിട്ടോ, ബാക്ക് കണ്ടപ്പോൾ. ഇതൊരു വാൽക്കണ്ണാടിയാണ്, കാണുന്നുണ്ടോ?
ഇത് ഞാൻ കണി വെക്കാനൊക്കെ വേണ്ടി മേടിച്ചതാണ്. 6 മുള കണ്ണാടിയല്ല, അതിനൊക്കെ ഭയങ്കര പൈസയാണ്. 6 മുള കണ്ണാടി പോലത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു കണ്ണാടി. അപ്പൊ അങ്ങനെ മേടിച്ചതാണ്. ഓക്കെ, ഇത് എവിടെയെങ്കിലും പൊട്ടാണ്ട് എടുത്ത് വെക്കണം. പിന്നെ ഇത് അന്നപൂർണേശ്വരിയാണ്, നമ്മൾ വീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പൊ അവിടെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞിട്ട് മേടിച്ചതാണ്. നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് അന്നപൂർണേശ്വരീനെ എടുത്ത് വെച്ചാൽ നല്ലതാണ് വീട്ടില്. അപ്പൊ അതിന് മേടിച്ചതാണ്. കാണാല്ലേ, അപ്പൊ അതിൻ്റെ ഒരു തളികയാണിത്. പിന്നെ ഇത് ഹനുമാന്റെ ഒരു ഇത് കാറിൽ വെക്കാനാണ്. ഇങ്ങനത്തെ കുറെ കുട്ടി കുട്ടി ഐറ്റംസ് ഉണ്ട് കേട്ടോ, ചിലതൊക്കെ വിട്ടുപോയിണ്ടാവും. പിന്നെ ഒരു വേല് മേടിച്ചു, സാമി ഫോട്ടോ ഇതിൽ വെക്കാനാണ്, സാമി റൂം വെക്കാനാണ്. ഒരു സുബ്രഹ്മണ്യന്റെ വേല് പോലത്തെ തന്നെ മേടിച്ചായിരുന്നു. പിന്നെ ഒരു കപ്പ് ചായ ഒക്കെ ആറ്റാൻ വേണ്ടിയിട്ടാണ് കപ്പ് മേടിച്ചായിരുന്നു. ഇതും ഒരു പാത്രം, തൈരൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഒരു പാത്രം പോലെ മേടിച്ചായിരുന്നു. കുറേ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഗ്ലാസ്, ചെറിയ ഗ്ലാസ് പോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇതൊരു ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ അവിടെ നാട്ടിൽ പോയപ്പം കുറേ കടായി സ്റ്റെയിൻലെസ് സ്റ്റീലിന് പകരം ഈ ട്രൈപ്ലേയുടെ കടായിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ട്രൈപ്ലേ ആകുമ്പം അത് കുറച്ചുകൂടി ഹെൽത്തി ആണെന്നാണ് അവർ പറയുന്നത്. 3 ലെയർ ആയിട്ട് വരുമല്ലോ ട്രൈപ്ലേ ആകുമ്പം. പിന്നെ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം, ഇലക്ട്രിക്കലും ഇൻഡക്ഷനിലും ഒക്കെ യൂസ് ചെയ്യാം. ഗ്യാസിലും ഇലക്ട്രിക്കലും ഇൻഡക്ഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. ഇതാ ഒരു ട്രൈപ്ലേയുടെ കടായി, ഇതാ അങ്ങനെ മേടിച്ചതായിരുന്നു ഒരു കടായി. ഇത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാനായിട്ട് മേടിച്ചതാണ്. പിന്നെന്താ, ഇതും ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതുപോലത്തെ ഒരു പാത്രം. ഇതിപ്പോ നമുക്ക് കണി വെക്കാനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അരിക്കണതിന്റെ സംഭവമാണ് കേട്ടോ ഇത്. ഇതിലൊരു 3 അരിപ്പ ഉണ്ടായിരുന്നു, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 3 അരിപ്പ വരുന്ന പോലത്തെയാണ്. പിന്നെന്താ, ഇതൊക്കെ വേറെ പ്രത്യേകിച്ച്. ഇതൊക്കെ ഗ്ലാസ്സുകളാണ്, ഇതെല്ലാം ഗ്ലാസ് ആണ്, സ്റ്റീലിന്റെ ഗ്ലാസ്സുകളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെയാണ്. ഇത് നമ്മള് ഫിൽറ്റർ കോഫി ഒക്കെ കുടിക്കുന്ന ടൈപ്പ് ഒരു കപ്പും, ഫിൽറ്റർ കോഫി സെറ്റ്, ഒരു കപ്പ് മഗ്ഗും ഒരു ഡവറയായിട്ട് മേടിച്ചതാണ്. കപ്പും ഡവറയും സെറ്റായിട്ട് മേടിച്ചതാണ്. ഫിൽറ്റർ കോഫി ഒക്കെ കുടിക്കാനായിട്ട് നല്ലതാണല്ലോ, അപ്പം അങ്ങനെ മേടിച്ചതാണ്. ഇത് വളയൊക്കെ ഇട്ട് വെക്കാൻ, വളയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ വള വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഒരുപാട് വള വെക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ കുറേ കുപ്പിവള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മരുന്നുകളാണ് കേട്ടോ, കുഴമ്പ് കാര്യങ്ങളൊക്കെയാണ്. പപ്പടം, പപ്പടം ഉണ്ട്. പപ്പടം വേറെ ഉണ്ടായിരുന്നു, എവിടെയാണെന്ന് അറിയില്ല. ഒരു 2 പാക്കറ്റ് കൂടി ഉണ്ടായിരുന്നു പപ്പടം. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഞാൻ വെച്ചിട്ടില്ല, വെക്കണം. അമൃത പപ്പടം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കേടാവും. അപ്പോൾ ഇതാ പപ്പടം ഉണ്ട്. പുട്ടുപൊടി, അഗൈൻ ഒരു പൊൻകതിറിന്റെ പുട്ടുപൊടി ഉണ്ട്. പിന്നെ ഇത് ചെമ്മീൻ ചമ്മന്തി. ഇത് അമ്മ വീട്ടിലുണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തി പൗഡറാണ് കേട്ടോ. ഇത് എണ്ണ ഒട്ടുമില്ലാണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് കഴിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് എണ്ണ മിക്സ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇത് ഈ ദോശയൊക്കെ നമുക്കിങ്ങനെ ഒഴിക്കാനും പരത്താനായിട്ട് ചെറിയൊരു കയ്യിൽ പോലെ മേടിച്ചതാണ് കേട്ടോ. കാണാല്ലേ, ഇത് നമ്മള് വിളക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. കുറച്ച് പോളിഷ് ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ലിക്വിഡ് മേടിച്ചതാണ്. ഇത് മെഗെയിൻ ചമ്മന്തിപ്പൊടിയാണ്, ഗാർലിക്കിന്റെ ചമ്മന്തിപ്പൊടിയാണ്. ഇത് ചെന്നൈയില് മുരുകൻ ഇഡ്ഡലിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് നല്ലതാണ്. ഇവിടത്തെ എൻ്റെ ഉണ്ടായിരുന്ന 2 കുക്കറും കേടായി. അപ്പൊ ഞാൻ 2 കുക്കർ ഇപ്രാവശ്യം മേടിച്ചായിരുന്നു. അതിലൊരു ചെറിയ കുക്കറാണ് ഇത്. കുക്കർ ഇപ്പൊ മോൻ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാലോ, അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഒരു അരിപ്പ, ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ഒരു ബാഗാണ്. എനിക്കൊരു ഹാൻഡ് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. ഒരു ചെറിയ ഹാൻഡ് ബാഗ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി അടുത്ത ഐറ്റംസ് എടുക്കാം. അപ്പം അടുത്ത പെട്ടി എടുക്കാം. ഇനി നമുക്ക് അടുത്ത പെട്ടി ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ അതിൽ ഇരിക്കുന്നു നമ്മുടെ മൺചട്ടി. മൺചട്ടിയിൽ മീൻ കൂട്ടാനും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അപ്പൊ അതിന് വേണ്ടി മേടിച്ചതാണ് മൺചട്ടി. ഇത് പൊട്ടാണ്ട് എടുത്ത് വെക്കണം. ഇവിടെ വരെ പൊട്ടാണ്ട് വന്നു, അതുപോലെ പൊട്ടാണ്ട് സൂക്ഷിക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളാണ്, ഇങ്ങനത്തെ അടച്ചു വെക്കുന്ന 1-2 പാത്രങ്ങളാണ്. എപ്പോൾ പോയാലും 1-2 പാത്രങ്ങൾ മേടിച്ചു തന്നില്ല, എനിക്കൊരു സമാധാനമില്ല. അപ്പം അങ്ങനെ മേടിച്ചതാണ്. കുറച്ച് മുള്ളനാണ്, ഡ്രൈ ഫിഷ് മുള്ളനാണ്.
അത് ഈ മാന്തളും മുള്ളനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഉണക്കമുള്ളനാണ്, ഉണക്കമാന്തളും ഉണക്കമുള്ളനും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നെ വാഴലയുടെ പ്ലേറ്റ്, ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഞാനും മേടിച്ചതാണ് വാഴലയുടെ പ്ലേറ്റ്. ചുമ്മാ നമുക്കിതിലിങ്ങനെ വാഴലയിൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വാഴലയുടെ പ്ലേറ്റിൽ കഴിക്കാമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. ജസ്റ്റ് ഒരു 4 പ്ലേറ്റ് മേടിച്ചായിരുന്നു. പിന്നെ ഒരു 3 ബൗളാ 4 ബൗളോ അറിയില്ല, ഇതുപോലത്തെ ഒരു ബൗളും വാഴലയുടെ തന്നെ ബൗളും മേടിച്ചായിരുന്നു, പ്ലേറ്റും മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം അത് ഇതും എന്തോ തലശ്ശേരി കല്യാണ അച്ചാർ എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അത് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഒരുമാതിരി ഇതുപോലെയാണ്, എന്താണ് ചമ്മന്തിയൊക്കെ പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു, ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട്. അപ്പം അത് ജസ്റ്റ് മേടിച്ചായിരുന്നു. അതാണ് ഈ സംഭവം, തലശ്ശേരി കല്യാണ അച്ചാർ. പിന്നെ ഇതൊക്കെ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ചെറിയ ഒരു ഗിഫ്റ്റ് പോലെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു. ഈ ഒരു ഐറ്റം മാത്രമേ മേടിച്ചുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ ഇവിടെ നിന്ന് മേടിക്കണം. ഇതെല്ലാം അതാണ്, അത് ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ വെക്കുകയാണ്. ഇത് അലോവേറ ജെല്ല് മേടിച്ചതാണ്, ഇതെനിക്ക് കോസ്മെറ്റിക്സ് ആയിട്ട് മേടിച്ചതാണ്. ഇതും കബാബ് മസാല, കുറേ മസാലകൾ ഉണ്ട് കേട്ടോ, ഞാൻ കുറേ കാണിക്കുന്നില്ല, കുറേ അങ്ങനത്തെ മസാല ഉണ്ട്. ഇതൊക്കെ മസാല തന്നെയാണ്. ഇത് അഷ്ടചൂർണം, ഇതും വയറിന് നമ്മൾ കഴിക്കുമല്ലോ, നല്ലതാണല്ലോ, അപ്പം അങ്ങനെ മേടിച്ചതാണ് അഷ്ടചൂർണം. പിന്നെ ഇതും ഈ ഇങ്ങനത്തെ പ്ലേറ്റ് എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ഡിവൈഡായിട്ട് ഉള്ള ഡിവിഷൻസ് ഉള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പല ഐറ്റംസ് ഇങ്ങനെ ഇട്ട് കഴിക്കാമല്ലോ, അപ്പം അതിന് വേണ്ടി മേടിച്ചതാണ് ഇതൊരെണ്ണം. പിന്നെ ഇതും ഒരെണ്ണം മോന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇതൊരെണ്ണം. ഇത് 2 ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ ഷുഗർ കോഫിയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഒരെണ്ണം മേടിച്ചതാണ്. ഷുഗർ ഉണ്ട്, ഷുഗർ കോഫി, പിന്നെ ടീയും കൂടി ഉണ്ടായിരുന്നല്ലോ. ടീ ഷുഗർ കോഫി ആയിട്ട് മേടിച്ചതാണ്. ഇങ്ങനെ മേടിച്ചതാണ്. ഒരു ചപ്പാത്തിയൊക്കെ മറിച്ചിടാനായിട്ട് ഒരു ചട്ടുകം പോലെ മേടിച്ചതാണ്. ഇതും അതെ, ഇത് ഇവിടെ എൻ്റെ ഉണ്ടായിരുന്ന കേടായി, അപ്പോൾ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പച്ചട്ടി ഒരെണ്ണം ഇരുമ്പിൻ്റെ ഒരു അപ്പച്ചട്ടി മേടിച്ചായിരുന്നു. എൻ്റെ ഉള്ള അപ്പച്ചട്ടി അത്ര നല്ലതല്ല, ഇത് കുറച്ചുകൂടി നല്ലതാണ്, അപ്പം അങ്ങനെ മേടിച്ചതാണ്. ഇത് നമുക്കിനി മയപ്പെടുത്തി എടുക്കുകയൊന്നും വേണ്ട, ഓൾറെഡി സീസൺ ചെയ്തിട്ട് അവർ തന്നതാണ്, അപ്പോൾ വലിയ പണിയില്ല. അപ്പം എണ്ണ പരട്ടി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി. അമ്മേ വയ്യാണ്ടായിട്ടോ ശരിക്കും. ഇത് നമുക്ക് സ്റ്റീമൊക്കെ ചെയ്യാനായിട്ട് ഒരു പാത്രം പോലെ, മോൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പച്ചക്കറിയൊക്കെ വേവിച്ച് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ്. സ്റ്റീം ചെയ്യുന്ന ഒരു പാത്രം, ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഒരു ബൗള്. പിന്നെ ഇതൊരു ടിഫിൻ ബോക്സ്, മോന് വേണ്ടി മേടിച്ചതാണ് ഒരു ടിഫിൻ ബോക്സ്. പിന്നെ ഇതെന്താണ്, ഇതൊരു ഉരുളി പോലത്തെ സംഭവം മേടിച്ചതാണ് കേട്ടോ. ഇതാ ഒരു ചെറിയ ഉരുളി പോലെ മേടിച്ചതാണ്. ചുമ്മാ ഇങ്ങനെ മഞ്ചാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് നമുക്ക് ഇവിടെ പൂജാ റൂമിൽ വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. സ്പൂണുകൾ മേടിച്ചതാണ്, സിൽവർ അല്ല സ്റ്റീലിൻ്റെ. പിന്നെ ഇതും അതെ, ചെറിയ സ്പൂണ് പോലത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗണ്ണ് പോലത്തെയാണ് ഞാൻ നോക്കിയത്, പക്ഷെ അത് നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഇപ്പം കറണ്ടിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. അപ്പം ഇങ്ങനത്തെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിങ്ങനെ നമ്മൾ എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ലല്ലോ, അവർ കാണിച്ചു തന്നായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതിങ്ങനെ വലിച്ചിട്ട്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പം ഇത് താഴ്ന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് നൂലപ്പം ഉണ്ടാക്കി എടുക്കാമെന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോഴേക്കും നമ്മുടെ ചെറിയ ആള് എണീറ്റായിരുന്നു. അപ്പം എന്താ വേണ്ട ദേവുട്ടന്? പിന്നെ നമ്മൾ മേടിച്ചത് ഇത് ഇങ്ങനെ ചോപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ നമ്മൾ മറ്റേ ചോപ്പർ പോലെയല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്യുന്നതാണ്, വലിച്ച് ചോപ്പ് ചെയ്യുന്നല്ല. അങ്ങനത്തെ ഒരു ചോപ്പർ മേടിച്ചായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഒരു പുട്ടുകുറ്റി മേടിച്ചതാണ് ഇതിൻ്റെ. അപ്പം നാട്ടിലെ ടൈപ്പ് ഒരു പുട്ടുകുറ്റി നാട്ടിലെ ടൈപ്പ് പറഞ്ഞ് മേടിച്ചായിരുന്നു. അതാണ് ഇത് സംഭവം. ഇത് പിന്നെ വറുത്തിടുന്ന ഒരു സംഭവം മേടിച്ചതാണ്. നമുക്ക് എന്തെങ്കിലും കടുക് മുളകൊക്കെ വറുത്തിടാൻ വേണ്ടി മേടിച്ചതാണ്. അയ്യോ, അത് ഞാൻ 2 എണ്ണം മേടിച്ചോ, എപ്പോഴും 2 എണ്ണം മേടിക്കും. അപ്പൊ ഇത് അത് തന്നെയാണ്, വറുത്തിടുന്ന സംഭവം പോലത്തെയാണ്.
പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് പപ്പടം കാച്ചാനും കൂടി യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഇതാണ്. പിന്നെ ചെറിയ 2 ബൗള്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കാൻ ബൗള് പോലെ മേടിച്ചായിരുന്നു. പിന്നെ ഇത് ഇതിന്റെ കല്ല് ഇത് എന്താ പറയാ, ഇടിക്കുന്ന സാധനം കാണാനില്ല. ഇത് നമ്മള് ഇങ്ങനെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഐറ്റം മേടിച്ചതാണ്. കുക്കറ്, ഇതൊരു 5 ലിറ്ററിന്റെ ഒരു കുക്കറും കൂടി ഞാൻ മേടിച്ചായിരുന്നു. 7 ലിറ്ററിന്റെ മേടിക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ 5 ലിറ്ററിന്റെയാണ് മേടിച്ചത്. സ്ഥലത്തിന്റെ ഒരു ഇത് കാരണം. തൽക്കാലം അതൊക്കെ മതി. നമുക്കൊരു 4 പേരുള്ള ഒരു ചെറിയ ഫാമിലിക്ക് ഒരു 5 ലിറ്ററും 3 ലിറ്റർ കുക്കർ കുഴപ്പമില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താണ് പുറത്തേക്ക് ഇതാവില്ല. ഇപ്പൊ പരിപ്പൊക്കെ വേവുമ്പോൾ പുറത്തേക്ക് പോവില്ലല്ലോ. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത് കാരണം പുറത്തേക്ക് പോവില്ല. ഇപ്പൊ പുറത്തേക്ക് പോവില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ അതിന്റെ ഒരു മേക്കിംഗ് അങ്ങനെയാണ്. അപ്പൊ പുറത്തേക്ക് അത്ര പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മേടിച്ചായിരുന്നു. കേട്ടോ, ഇതൊരു ആന. നമുക്കിങ്ങനെ ആന നെറ്റിപ്പട്ടം വെച്ചിട്ടുള്ള ഒരു ആന നമുക്ക് ചുമ്മാ ഇങ്ങനെ നാത്തിയിടാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ കുറെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് എനിക്ക് അറിയാത്തത്. ഇത് നമ്മള് ഈ ഒറ്റത്തിരി വിളക്ക് പോലെ കത്തിക്കില്ലേ, അതിന് വേണ്ടി മേടിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ സാമ്പ്രാണി ഇട്ട് വെക്കാണെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞു കേട്ടോ ഐറ്റംസ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അയ്യോ, എന്താ അത് കുട്ടി പോണോ? ഇത് കുറച്ച് ഈ മൺചിര അത് മേടിച്ചതാണ്. ഇതൊക്കെ പൊട്ടാണ്ട് എടുത്ത് വെക്കണം. നമുക്കിങ്ങനെ കാർത്തികയ്ക്കോ ദീപാവലിക്കോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അഗൈൻ ഒരു പാത്രം. പിന്നെ നമ്മളൊരു ബുദ്ധനും കൂടി മേടിച്ചായിരുന്നു. തലയാട്ടി ബൊമ്മ പോലത്തെ ഒരു ബുദ്ധൻ മേടിച്ചായിരുന്നു. അപ്പം ഇതിങ്ങനെ ഇത് പക്ഷെ എന്താണ് സോളാർ ലൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിങ്ങനെ ജസ്റ്റ് തലയാട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞ് മേടിച്ചായിരുന്നു. വേറെ 1-2 ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഉള്ളി എടുത്ത് വെച്ചായിരുന്നു. അത് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, പിന്നെ ഉണ്ടായിരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ എടുത്തോണമെന്നാണ് ഞാൻ എടുത്ത് വെച്ചാണ്. കുപ്പിവളകൾ ഉണ്ടായിരുന്നു. കുറെ കുപ്പിവളകളുണ്ട്. അത് പിന്നെ ഫ്രണ്ടിന് കൊടുക്കാനും കൂടിയുള്ള കുപ്പിവളകളാണ്. അപ്പോൾ ആ കുപ്പിവളയുണ്ട്. ഇതിലും അതെ കുപ്പിവളകളാണ്. പിന്നെന്താണ്, ഇതും അതെ ഇങ്ങനെ വളയും ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഈ കമ്മലൊക്കെ വെക്കാനായിട്ട് ഒരു ഓർഗനൈസർ പോലെ ഞാൻ മേടിച്ചായിരുന്നു. അപ്പൊ അതാണ് ഇത് സംഭവം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കമ്മലകളൊക്കെ ഇട്ട് വെക്കാം. നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പം അതാണ് ഈ സംഭവം. ഇത് കൂടാതെ കൊണ്ടുവന്നത് കുറച്ച് ബുക്സാണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വായിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ബുക്ക് എടുത്താൽ അത് ഫുള്ള് ഇരുന്ന് വായിക്കണം. അപ്പം അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. എന്നാലും കുറച്ച് ബുക്സ് വരുമ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട നോക്കി വെച്ചിട്ടുള്ള കുറച്ച് ബുക്സ്. അതുപോലെ മോനും പഠിക്കാനും ആവശ്യമുള്ള കുറച്ച് ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവന് വായിക്കാനായിട്ട് നമ്മുടെ പുരാണ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ബുക്കൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് അച്ഛനമ്മയും തന്നാണ്. ഞങ്ങൾക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് തന്നായിരുന്നു. കാണാല്ലേ. പിന്നെ അടുത്തത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഒരു കഥകളിയുടെ തന്നെയാണ്. ഇത് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് അച്ഛനമ്മ തന്നായിരുന്നു. ഇത് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ്. നാട്ടിൽ പോകുമ്പോൾ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എല്ലാം പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ മേടിച്ച് ഇവിടെ വന്ന് എടുത്തു വെക്കും. കുറേ കാര്യങ്ങൾ നമുക്ക് നാട് മിസ് ചെയ്യാണ്ടിരിക്കാൻ, നാട്ടിലത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടിനെ നമ്മുടെ ഒരു നാടാക്കി മാറ്റാനുള്ള കാര്യങ്ങളായിരിക്കും കുറേ ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് പറ്റുന്ന പോലെ കുറച്ച് ഹോം ഡെക്കറേറ്റീവ് ഐറ്റംസും പിന്നെ കുറച്ച് പാത്രങ്ങളും അതുപോലെ മെയിൻ ആയിട്ട് പിന്നെ ഉണ്ടാവുന്നത് സ്നാക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പെട്ടിയൊക്കെ പൊട്ടിച്ചപ്പോൾ കുറച്ചൊരു സന്തോഷം. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.